ഇതുവരെ മിഡിൽ ഈസ്റ്റിലെ സമാധാന കേന്ദ്രമായിരുന്ന UAE ഇപ്പോൾ യുദ്ധക്കളത്തിലേക്ക് നേരിട്ടിറങ്ങിയിരിക്കുകയാണോ? ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനുള്ളിൽ UAE ബോംബാക്രമണം നടത്തിയെന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്നാലെ UAEയും ഇറാനെ നേരിട്ടാക്രമിച്ചു തുടങ്ങിയോ? ആരും അറിയാതെ പോയ ആ രഹസ്യ നീക്കം പുറത്തുവരുമ്പോൾ ലോകം ഭയക്കുന്നതെന്താണ്? നോക്കാം. പ്രമുഖ അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഈ വമ്പൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിലെ ലാവൻ ദ്വീപിലുള്ള ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ UAE വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന അതേ സമയത്താണ് UAE ഈ രഹസ്യ ഓപ്പറേഷൻ നടത്തിയത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ എണ്ണ ഉൽപ്പാദനത്തെ മാസങ്ങളോളം ബാധിച്ച വലിയ അഗ്നിബാധയുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. എന്തിനാണ് എപ്പോഴും ശാന്തരായിരുന്ന UAE ഇങ്ങനെയൊരു കടുത്ത തീരുമാനമെടുത്തത്? കണക്കുകൾ പ്രകാരം ഇറാൻ ഇതുവരെ 2800-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് UAEക്ക് നേരെ തൊടുത്തുവിട്ടത്. UAEയുടെ വിമാനത്താവളങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിച്ചു. സഹിചട്ടപ്പോൾ അടിച്ചാൽ തിരിച്ചടിക്കണം എന്ന ശക്തമായ നിലപാടിലേക്ക് UAE മാറിയെന്നാണ് വിദഗ്ധർ പറയുന്നത്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ സൈനികമായി തന്നെ മറുപടി നൽകാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഗൾഫ് മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേനകളിലൊന്നാണ് UAEയുടേത്. അത്യാധുനിക F-16 വിമാനങ്ങളും ഫ്രഞ്ച് മിറാജ് വിമാനങ്ങളും ഉപയോഗിച്ച് ഏത് ശത്രുവിനെയും തകർക്കാൻ ശേഷിയുള്ള പടക്കപ്പലുകളും ഡ്രോണുകളും UAEയുടെ പക്കലുണ്ട്. ഇറാനു മുകളിൽ അജ്ഞാത യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇതിനു പിന്നിൽ UAE ആണെന്ന് സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ആ സംശയങ്ങൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. കൗതുകകരമായ മറ്റൊരു കാര്യം അമേരിക്ക ഈ നീക്കത്തെ രഹസ്യമായി സ്വാഗതം ചെയ്തു എന്നതാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും പുറമെ ഒരു അറബ് രാജ്യം കൂടി ഇറാനെതിരെ നേരിട്ട് രംഗത്തു വരുന്നത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളയും. ഇതൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണോ, അതോ ഇറാനെ ഒതുക്കാനുള്ള തന്ത്രമാണോ? വരും ദിവസങ്ങളിൽ നമുക്കറിയാം. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ മാറ്റങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? UAEയുടെ നീക്കം ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ആവേശകരമായ ലോകവാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.